ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബൺ ദോശയാണ്. കൂട്ടത്തിൽ സിമ്പിളായിട്ടുള്ളൊരു തക്കാളി ചമ്മന്തിയും കൂടി റെഡിയാക്കുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ വേണ്ടത് നോക്കാം. ഒരു 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിലാണ് നമ്മൾ പച്ചരി എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ കപ്പ് ഇല്ലെങ്കിൽ ഈ ഒരു ഗ്ലാസ്സിലെടുത്താൽ മതി. ഇതൊരു 4 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കണം. ഒരു 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ 4 മണിക്കൂറായി, നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയിൽ ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. ചെറിയ ജാറാണെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും വേണ്ടതൊന്ന് അരച്ചെടുക്കണമെങ്കിൽ, വലിയ ജാറാണെങ്കിൽ 1 പ്രാവശ്യം കൊണ്ട് നമുക്കിത് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് വേണം ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ട് ഇത് അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത്, ഏത് കപ്പിലാണ് എടുത്തെങ്കിൽ അതിന് 1 കപ്പ് വെള്ള അവിലും 1 കപ്പ് തേങ്ങയാണ്. അവിലില്ലെങ്കിൽ ചോറെടുത്താലും മതി. ഇനി നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തു. ഇനി നമുക്കത് കുറഞ്ഞൊരു 8 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലാണ് പൊങ്ങി വരുള്ളൂ. അപ്പോൾ നമുക്ക് 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. നല്ല രീതിയിൽ ഇതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതൊന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ നേരം കൊണ്ട് നമുക്കൊരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം. അതിന് 2 സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ലേശം മുളക് പൊടി എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യത്തിന്. അപ്പോൾ പാനിലേക്ക് നമ്മൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ തക്കാളിയും സവാളയും മുളക് പൊടിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യം സവാള വഴറ്റാം. സവാള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. മുളകാണ് നമ്മൾ ചേർക്കണമെങ്കിൽ ആദ്യം നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് നമ്മൾ മുളക് പൊടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. കരിഞ്ഞു പോകരുത്. ഇനി നമുക്കത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ചൂടാറിയ ശേഷം അരച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു തക്കാളി ചമ്മന്തിയാണ്. ഉപ്പും കൂടി അതിന് ചേർക്കേണ്ടി വേണം. ഇനി നമുക്കത് നമ്മുടെ മാവൊക്കെ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കേണ്ടതുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ നമ്മൾ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുക. നല്ല രീതിയിൽ മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി അരിഞ്ഞതിട്ട് കൊടുത്ത ശേഷം നല്ല രീതിയിൽ ഒന്ന് മൂപ്പിക്കുക. കരിഞ്ഞു പോകരുത്. ഒരു ചെറിയ സിമ്മിലിട്ട് നല്ല രീതിയിൽ അത് മൂപ്പിക്കുക. നല്ല രീതിയിൽ മൂത്തതിന് ശേഷം നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ബൺ ദോശയ്ക്കുള്ള മാവ് വേണ്ടത്. വെള്ളം ഒരുപാട് ആവരുത്. ഈ ഒരു രീതിയിലാവണം ബൺ ദോശയ്ക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഒരു വെള്ളയപ്പച്ചട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഫ്ലെയിം നല്ല കൂട്ടി വെച്ച ശേഷം, മാവ് ഒഴിച്ച ശേഷം ഫ്ലെയിം നല്ല രീതിയിൽ സിമ്മിലാക്കി വയ്ക്കുക. ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്ക് എടുത്തിട്ടൊന്ന് മറച്ചിടാം. അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു 1 മിനിറ്റ് മതി. 1 മിനിറ്റിന് ശേഷം നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റ് ഉള്ളതും എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബൺ ദോശയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.